മൂന്നാമതും ഭരണത്തിലെത്തിയിട്ടും ഓപ്പറേഷൻ താമര തുടരുകയാണ് ബി. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് തന്നെ അസമിൽ നിന്ന് മുൻ അധ്യക്ഷൻ അസം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ ഭൂപൻ ബോറയാണ് ബി.ജെ.പിയിലേക്ക് എത്തുന്നത്. ഓപ്പറേഷൻ താമരയല്ല, ഓപ്പറേഷൻ നാഷണാലിറ്റിയാണ്. ഓപ്പറേഷൻ നാഷണാലിറ്റി ദേശീയതയാണ്. ദേശീയതയിലേക്കാണ് ആളുകൾ വരുന്നത്. സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് BJP വിരുദ്ധരുടെ ഒരു പ്രയോഗമാണ്. BJP മുന്നോട്ട് വെക്കുന്നത് BJPയുടെ ആശയത്തോടൊപ്പം BJP മുന്നോട്ട് വെക്കുന്ന വികസനത്തോടൊപ്പം രാഷ്ട്രീയത്തോടൊപ്പം ആളുകൾ വരിക എന്നുള്ളതാണ്. അതിൽ മുഖ്യമന്ത്രിമാരുണ്ടാവും, മന്ത്രിമാരുണ്ടാവും, നേതാക്കന്മാരുണ്ടാവും, സാധാരണക്കാരുണ്ടാവും, എത്രയോ ആളുകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തുനിന്ന് BJPയിലേക്ക് എത്രയോ പേർ വന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ MLA മാരായിരുന്നവർ വന്നു. BJP ഇടതുപക്ഷത്തുനിന്ന് ആരും BJPയിലേക്ക് പോകില്ല എന്ന് പറയുന്ന ഘട്ടത്തിലാണ് 2 മുൻ MLA മാർ BJPയിലേക്ക് വന്നത്. ശ്രീ അൽഫോൺസ് കണ്ണന്താനം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് BJPയിലേക്ക് വന്നു. അദ്ദേഹം BJPയുടെ കേന്ദ്രമന്ത്രിയായി, MP ആയി. ശ്രീ S രാജേന്ദ്രൻ വന്നില്ലേ ഇടുക്കിയിൽ നിന്ന്. അപ്പോൾ ഇടതുപക്ഷത്തുനിന്നും പ്രമുഖരായിട്ടുള്ള ആളുകൾ BJPയിലേക്ക് വന്നിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് എത്രയോ ആളുകൾ വന്നു. കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള എത്രയോ ആളുകൾ BJPയുടെ ഭാഗമായി വന്നു. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നതാണ് ബി.ജെ.പിയുടെ അജണ്ട. അല്ല, കോൺഗ്രസിന് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പിന്നോട്ട് പോക്കുണ്ട്. അത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ മാറ്റത്തിനനുസരിച്ച് ആശയഗതികൾ മാറുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്നൊരു രാഷ്ട്രീയ പ്രക്രിയയാണ്. അങ്ങനെ മാറിയില്ലെങ്കിൽ പിന്നെ മാറ്റമില്ലല്ലോ. അതാണ് മാറ്റം. രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഏത് ആശയമാണോ മുന്നോട്ട് കൂടുതൽ പോകുന്നത്, വികസനത്തെ കൊണ്ടുവരുന്നത്, ജനങ്ങൾ അംഗീകരിക്കുന്നത്, അതിനനുസരിച്ച് എല്ലാവരും മാറുക എന്നുള്ളതാണ്. സ്വാഭാവികമാണത്. അസമിൽ ഇപ്പോൾ ഹിമന്ത വന്നത് 2015, എനിക്ക് തോന്നുന്നത്, തെറ്റാണെങ്കിൽ തിരുത്തുക. അപ്പോൾ അസമിൽ എന്തായാലും ബി.ജെ.പിയിലേക്ക് ഹിമന്ത വരുന്നു. ഹിമന്ത വന്നതും ഇത്തരത്തിലുള്ള ഒരു വലിയ ഇൻസൾട്ട് അദ്ദേഹത്തിന് നേരിട്ടു. അദ്ദേഹം തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിയതിന് ശേഷം അദ്ദേഹം വരുന്നു. ഏറ്റവും കാർക്കശ്യത്തോടു കൂടി എല്ലാ പദ്ധതികളും കാര്യങ്ങളും എല്ലാം നടപ്പിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് തന്നെ അദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഈ ഭൂപൻ ബോറയെ കൂടി ഇങ്ങോട്ടേക്ക് ബി.ജെ.പി പാളയത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഉടനീളം അസംതൃപ്തരായിട്ട് നിൽക്കുന്ന പല പാർട്ടികളിലെയും ആളുകളെ ബി.ജെ.പിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് തന്നെയല്ലേ ഈ ഓപ്പറേഷൻ താമര എന്ന് പറയുന്നത്. അതിനെ നാഷണാലിറ്റിയിലേക്ക്, അതല്ലെങ്കിൽ ദേശീയതയിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റിപ്പറയേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, BJPയിലേക്ക് മറ്റ് പാർട്ടികളിൽ നിന്ന് ആളുകൾ വരുന്നത് അവർ ഏതെങ്കിലും ഒരു അധികാരത്തിൻ്റെ ഭാഗമായിട്ടല്ല. അവരുടെ കഴിവുകൾ തെളിയിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആ കഴിവുകൾക്കനുസരിച്ച് അവർക്ക് ചുമതലകൾ ലഭിക്കുന്നു, അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമാണ്. BJPയിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏറ്റവും വലിയ ആരോപണം എന്താണ്? BJP ഓഫർ കൊടുത്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത്. അങ്ങനെ ഏതെങ്കിലും ഒരാൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? വന്നിട്ടുള്ള ഏതെങ്കിലും ഒരാൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഓഫറിൻ്റെ പുറത്ത് വന്നവരാണോ? അവരെല്ലാം അവർ നിലനിൽക്കുന്ന രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല എന്ന് കാണുമ്പോൾ അവർ BJPയോടൊപ്പം വരുന്നു. അങ്ങനെ എത്രയോ ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ഇപ്പോൾ അസമിൽ ഇപ്പോൾ ഹിമന്തയുടെ തന്നെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമന്ത വന്നു, ഹിമന്തയായത് മുഖ്യമന്ത്രിയാവുകയാണ് ചെയ്തത്. ഹിമന്ത മാത്രമല്ല, അങ്ങനെ പലരും ഉണ്ട്. ഇപ്പൊ കേരളത്തിലേക്ക് നോക്കിയാൽ പോലും ഓരോരുത്തർ വരുമ്പോൾ ഓരോരുത്തർക്ക് കൃത്യമായി, അതായത് ബി.ജെ.പി കൃത്യമായ രീതിയിൽ അവർക്ക് ഓരോ പദവികൾ നൽകുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല ഈ വരവ് എന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ പറ്റുമോ? അവർ ആ പോസ്റ്റിന്, അല്ലെങ്കിൽ അവർ ഇരിക്കുന്ന ഉത്തരവാദിത്വത്തിന്, അവരിരിക്കുന്ന ചുമതലക്ക് അർഹതപ്പെട്ടത് കൊണ്ടാണ് അവർ ആ സ്ഥാനത്തേക്ക് വരുന്നത്. BJPയിൽ അങ്ങനെ ഒരു ആൾ വരുമ്പോൾ ആ ആൾ അങ്ങനെ തന്നെ ഇന്ന പോസ്റ്റിലേക്ക് വരുന്നു എന്നുള്ളതൊന്നും BJPയുടെ ഒരു രീതിയേ അല്ല. BJPക്ക് അകത്ത് വരുന്ന ആളുകൾ പിന്നെ BJPയുടെ ഭാഗമായി മാറുകയാണ്. അവർ BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും സംഘടനാ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായി മാറുകയാണ്. അങ്ങനെ മാറുമ്പോൾ അവർക്ക് നയിക്കാൻ കഴിയുന്ന, അവർക്ക് കൊടുക്കാൻ കഴിയുന്ന, അവർക്ക് വഹിക്കാൻ കഴിയുന്ന ഉത്തരവാദിത്തം ഏതാണ്, ചുമതല ഏതാണ്, അതിലേക്ക് അവർ വരികയാണ് സ്വാഭാവികമായും. അല്ലാതെ അവർ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫർ ചെയ്തുകൊണ്ട് വരുന്ന ആളുകളില്ല. അങ്ങനെയാണെങ്കിൽ BJPയിലേക്ക് വരുന്ന മുഴുവൻ ആളുകൾക്കും പോസ്റ്റ് ഉണ്ടാവണ്ടേ? അങ്ങനെ എത്രയോ ആളുകൾക്ക് പോസ്റ്റ് ഇല്ലാത്ത എത്രയോ ആളുകളുണ്ടാകും. അതൊന്നും ഇതിൻ്റെ ഭാഗമേ അല്ല. സാധാരണക്കാരായിട്ടുള്ള എത്രയോ ആളുകൾ BJPയിലേക്ക് വരുന്നു. BJPയിലേക്ക് ഹിമന്ത ബിശ്വ ശർമ്മ വരുന്ന സമയത്തും അദ്ദേഹം കോൺഗ്രസിൻ്റെ ലീഡറായിരുന്നു. അദ്ദേഹം വലിയ നേതാവായിരുന്നു. ആസാമിനെ സംബന്ധിച്ച് ആളുകൾ മാറുന്നില്ല. സംസ്ഥാനം അങ്ങനെ തന്നെ മാറിയിട്ടില്ലേ? ഇപ്പോൾ ത്രിപുര,
ത്രിപുര സംസ്ഥാനം എന്ന് പറയുന്നത് എത്രയോ കാലം ഇടതുപക്ഷത്തിൻ്റെ കുത്തകയായിരുന്നു. ആ സംസ്ഥാനത്തെ ജനങ്ങളും ആ സംസ്ഥാനത്തെ നേതാക്കന്മാരും ആ സംസ്ഥാനത്തെ പാർട്ടി ഓഫീസുകളും അടക്കം പൂർണ്ണമായും ബി ജെ പിയിലേക്ക് മാറിയില്ലേ? എങ്ങനെയാണ് ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടുകൂടി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രസക്തി പോലും ഇല്ലാത്തൊരു തരത്തിൽ മാറുന്നത്? അങ്ങനെ ഒരാൾ മാറുന്നതാണല്ലോ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. രാഷ്ട്രീയ എതിരാളികൾ ബി ജെ പി എതിരായിട്ടുള്ള ആളുകൾ എന്താ പറയുന്നത്? ഓപ്പറേഷൻ നടത്തി ബി ജെ പി, അല്ലെങ്കിൽ ഓപ്പറേഷനിലൂടെ ആളുകളെ കൊണ്ടുവരുന്നത്. ഒരു സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും മാറുന്നതോ, ഒരു സംസ്ഥാനത്തെ മുഴുവൻ വലിയ സംവിധാനങ്ങളും മാറുന്നതോ, വലിയ കമ്മിറ്റികൾ അങ്ങനെ തന്നെ മാറുന്നതോ, ജില്ലാ കമ്മിറ്റികൾ, മണ്ഡലം കമ്മിറ്റികൾ, ബൂത്ത് കമ്മിറ്റികൾ, അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റികൾ. സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ ഏരിയ, ബ്രാഞ്ച് എന്നൊക്കെ പറയുന്ന കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികളെല്ലാം ഒന്നടങ്കം ബി ജെ പി ആവുകയല്ലേ? എത്രയോ ബംഗാളിൽ എത്രയോ വലിയ മാറ്റമുണ്ടായി. ബംഗാളിൽ ബി ജെ പിയുടെ ശക്തി എത്രയായിരുന്നു അടുത്ത കാലത്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ത്രിപുര, അതാണ് ഞാനൊരു ഉദാഹരണമായി പറഞ്ഞത്. ഇങ്ങനെ എത്രയോ സംസ്ഥാനങ്ങൾ, അവിടെ എത്രയോ ആളുകൾ, എത്രയോ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ, അവരെല്ലാം ബി ജെ പിയുടെ ഭാഗമായി വരുന്നതോടുകൂടി അവർക്ക് അർഹതപ്പെട്ട ചുമതലകളിലേക്കും പോസ്റ്റുകളിലേക്കും അവർ വരുന്നു. അതിലെന്താ തെറ്റുള്ളത്? ആസാമിൽ ബി ജെ പിക്ക് ഭരണം കിട്ടുമ്പോൾ ഹിമന്ത വിശ്വ ശർമ്മ മുഖ്യമന്ത്രിയാവാൻ യോഗ്യനായിട്ടുള്ള ആളാണെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്കാരനാണോ, ബി ജെ പിയിലേക്ക് വന്ന ആളാണോ എന്നുള്ള പ്രസക്തിയൊന്നുമില്ല. അവിടെ ആരാണോ അർഹതപ്പെട്ട ആൾ വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നാണെങ്കിലും ഇടതുപക്ഷത്തു നിന്നാണെങ്കിലും ബി ജെ പിയിലേക്ക് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എത്രയോ ആളുകൾ വന്നിട്ടുണ്ട്. അടുത്ത സമയത്തും വന്നിട്ടുണ്ട്. എത്രയോ പാർട്ടികൾ മുന്നണി മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 2020 എന്ന് പറയുന്ന പാർട്ടി ബി ജെ പിയുടെ ഒപ്പം വരുമെന്ന് ആരെങ്കിലും രാഷ്ട്രീയത്തിൽ വിചാരിച്ചോ? ആരെങ്കിലും അടുത്ത കാലത്ത് വിചാരിച്ചോ? അപ്പോൾ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയത്തെയും വികസനത്തെയും മുന്നിൽ കാണുന്ന എത്രയോ പാർട്ടികൾ, ചെറുതും വലുതുമായ പാർട്ടികൾ എൻ ഡി എയോടൊപ്പം വരുന്നു, ബി ജെ പിയോടൊപ്പം വരുന്നു. അത് വികസനത്തെയും സത്യസന്ധമായ രാഷ്ട്രീയത്തെയും മുന്നോട്ടുള്ള രാഷ്ട്രീയ നിലപാടിനെയൊക്കെ കണ്ടുകൊണ്ടാണ് ആളുകൾ വരുന്നത്, പാർട്ടികൾ വരുന്നത്. അവരെ അംഗീകരിക്കുക എന്നതാണ് ബി ജെ പി കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം. അത് അംഗീകരിക്കുക തന്നെ ചെയ്യും. അതിനെ ഓപ്പറേഷൻ എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തിയും ബി ജെ പി രാഷ്ട്രീയത്തിനകത്തില്ല. ഈ രാഹുൽ ഗാന്ധിയും സംഘവും ഒത്തുചേർന്നുകൊണ്ട് ഓരോ തവണയും പലതരത്തിലുള്ള ആരോപണങ്ങളാണ്. പക്ഷേ ഈ ആരോപണങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇതിനിടയിൽ കൂടി ഇത്തരത്തിലുള്ള പ്രഹരം ആ ഒരു പാർട്ടിക്ക് ഏൽപ്പിക്കേണ്ടതുണ്ട്. പ്രഹരം ഏൽപ്പിക്കുകയല്ല, അവർ അത് ഏറ്റുവാങ്ങുന്ന സംവിധാനത്തിലേക്ക് ചോദിച്ചു വാങ്ങുന്നതാണ്. അതിൻ്റെ കാരണം കോൺഗ്രസ്സിനകത്ത് ആത്മാഭിമാനമുള്ള ആളുകൾക്ക് നിൽക്കാൻ കഴിയില്ല എന്നാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന ഓരോരുത്തരും പറയുന്നത്. ഇടതുപക്ഷത്തു നിന്ന് പുറത്തു വന്നിട്ടുള്ള ആളുകൾ, അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ, എൻ ഡി എയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ, അവർ നടത്തിയിട്ടുള്ള ഓരോ പ്രസ്താവനകളും നോക്കിക്കോളൂ. ആ പാർട്ടിയുമായി യോജിച്ചു പോകാൻ കഴിയില്ല. കാരണം അത് ആശയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു, അത് നിലപാടിൽ നിന്ന് വ്യതിചലിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ നിലപാടല്ല സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ നിലപാടല്ല സ്വീകരിക്കുന്നതെന്ന് പറയുന്നു? മുതലാളിത്ത സംവിധാനത്തിനെതിരെ ആശയപ്രചരണം നടത്തുകയും മുതലാളിത്ത സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ ആശയ വ്യതിചലനം ഉണ്ടാകുന്നത്. ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയം അത് തന്നെയാണ്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയപരമായി ഒത്താശ ചെയ്യപ്പെടുന്ന സംഘമായി മാറുന്നു എന്നുള്ള നിലയിലേക്ക് മാറുന്നു. ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്നിട്ട് ഇനി ഒരു കാര്യവുമില്ല, അതിന് ഈ രാജ്യത്തിൻ്റെ വികസനത്തിൽ പ്രത്യേകിച്ചൊന്നും ഇനി ഭാവിയിൽ ചെയ്യാനില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് പിന്നെ എവിടെയാണ് ഇടം? അവർ വികസനത്തിൻ്റെ ഭാഗമായി കാണുന്നത്, അവർ രാജ്യപുരോഗതിയുടെ ഭാഗമായി കാണുന്നത് ബി ജെ പി രാഷ്ട്രീയത്തെയാണ്. അതിനെ രാഷ്ട്രീയമായി തന്നെ കാണണം, ഭരണത്തെ ഭരണപരമായി തന്നെ കാണണം, തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പായി തന്നെ കാണണം. അതുകൊണ്ടാണ് ആ ആളുകളെ സംബന്ധിച്ച് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ, ഇനി അതല്ല ആശയപരമായ രാഷ്ട്രീയത്തിൽ, മുന്നോട്ടുള്ള വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിൽ, ഇതിലൊന്നിലും ഒരു ബി ജെ പി വിരുദ്ധത കാണുന്ന ആളുകളോ പാർട്ടികളോ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് പ്രതിപക്ഷമില്ലാത്ത രാജ്യം എന്ന് പറയുന്ന തരത്തിലേക്ക് പോകുന്നില്ലേ? പ്രതിപക്ഷമുണ്ട്. പ്രതിപക്ഷം അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടല്ല. പ്രതിപക്ഷം അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടത് ശരിയായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ ബി ജെ പി എത്രയോ കാലഘട്ടങ്ങളിൽ പ്രതിപക്ഷമായിരുന്നു. ബി ജെ പി 1982 2 സീറ്റിലല്ലേ നിലനിന്നത് പാർലമെൻറ്റിനകത്ത്. എത്രയോ കാലഘട്ടങ്ങളിൽ പിന്നീടും ചെറിയ അംഗസംഖ്യയുമായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായി. 89 പേർ, 91 പേരൊക്കെ ആയിട്ട് പിന്നോക്ക സർക്കാരുകൾ, അതായത് ഭൂരിപക്ഷം കുറഞ്ഞ സർക്കാരുകളെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ടായി. ഇപ്പോഴാണല്ലോ ബി ജെ പി ഒറ്റകക്ഷിയായി അധികാരത്തിൽ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് 2014 ശേഷമാണല്ലോ. അതിനു മുൻപ് ബി ജെ പി എക്കാലത്തും പ്രതിപക്ഷത്തായിരുന്നില്ല പലപ്പോഴും. ആ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ബി ജെ പി എപ്പോഴെങ്കിലും ഒരു രാജ്യവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ,
തെറ്റായ പ്രചരണം നടത്തുന്ന പാർട്ടി ആയിരുന്നോ? അതാണ് ജനങ്ങൾ നോക്കുന്നത്. ജനങ്ങൾ എന്തുകൊണ്ടാണ് ബി ജെ പിയെ വിശ്വസിക്കുന്നത്, ബി ജെ പി രാഷ്ട്രീയത്തെ വിശ്വസിക്കുന്നത്? തെറ്റായ പ്രചരണം നടത്തുന്നില്ല, അഴിമതി വിരുദ്ധമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു, ജനാധിപത്യ പ്രക്രിയയിൽ ഉയർന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, ആശയപരമായ വ്യക്തത കൊണ്ടുവരുന്നു. ഇതെല്ലാം ജനങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഉദാഹരണത്തിന് ഭരണത്തിലിരിക്കുന്ന ആളുകൾ അഴിമതിക്കാരാണെങ്കിൽ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കും. അപ്പോൾ അഴിമതിയില്ലാത്ത ഭരണം എന്നുള്ളതും സുതാര്യമായ ഭരണം എന്നുള്ളതും ആശയപരമായ വ്യക്തതയുള്ളതുമൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ബി ജെ പി അത് കാത്തു സൂക്ഷിക്കുമ്പോൾ ബി ജെ പിയിലേക്ക് ആളുകൾ വരുന്നു, അതിൽ തെറ്റൊന്നുമില്ല. ഉദാഹരണത്തിന് കോൺഗ്രസിനെ സംബന്ധിച്ച് ആസാമിൽ മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ അവർ പല സംസ്ഥാനങ്ങളിലും പിന്നോട്ട് പോകുന്നതിൻ്റെ കാരണം അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രചരണം എന്നുള്ളത് ബി ജെ പി വിരുദ്ധ വിദ്വേഷ പ്രചരണമാണ്. ബി ജെ പി വിരുദ്ധ വിദ്വേഷ പ്രചരണം കൊണ്ട് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ബി ജെ പി അങ്ങനെ ഒരു തെറ്റായ രാഷ്ട്രീയ നയം പിന്തുടരുന്ന പാർട്ടിയല്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയാണ്, ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആ രാഷ്ട്രീയത്തിന് കഴിയുക? അവിടെ അപ്പോൾ കോൺഗ്രസ് ഓട്ടോമാറ്റിക്കായി പിന്നോട്ട് പോവുകയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ബി ജെ പി അവരെ പിന്നോട്ട് കൊണ്ടുവരണം എന്ന് മനഃപൂർവ്വം പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടില്ല. ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ പുറകോട്ട് പോകുന്നു. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് അവർ തെറ്റായ രാഷ്ട്രീയം പറയുന്നു, തെറ്റായ രാഷ്ട്രീയത്തെ ജനങ്ങൾ എതിർക്കുന്നു, ജനങ്ങൾ തിരസ്കരിക്കുന്നു.